ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചത് അനാസ്ഥയെ തുടർന്നെന്നാരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. വണ്ടാനം സ്വദേശി മനു, സൗമ്യ ദമ്പതികളുടെ ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. പ്രസവ സമയമുണ്ടായിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമെന്ന് ആരോപണം. വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ഇച്ചിരി കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക, പ്രസവിക്കുക, കയ്യിൽ കുഞ്ഞിനെ തരിക. 15 മിനിറ്റിനുള്ളിൽ. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു. എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്നെ കുഞ്ഞത് കുടിച്ചത്. ഇവർക്ക് അന്ന് നേരത്തെ ഇച്ചിരി കണ്ടപ്പോഴത്തേക്ക് അത് ഓപ്പറേഷൻ ചെയ്ത് എന്റെ കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. അവരെ മുഴുവൻ ഞാൻ കാണിച്ചു കൊടുത്തത് ഇത് കണ്ട ഇങ്ങനെയാ പോണത്, ഇങ്ങനെയാ പോകുന്നത്. അവര് കണ്ടെങ്കിൽ പറയാൻ കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളത് പറയാം. ഞാൻ മുഴുവൻ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് പോണത്. അപ്പോഴാണ് അവര് PV ചെയ്ത് നോക്കിയത്. എന്നിട്ടും പറഞ്ഞു ബ്ലീഡിങ് അല്ല ഇത് മൂത്രത്തിൽ പെട്ടെന്ന് ഗുളിക വെച്ചിട്ട് അഴുക്കാ പോണേന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഹോസ്പിറ്റലിലെ അധികാരികളെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂപ്രണ്ട്. പിന്നെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ വന്ന് നമ്മൾ അവിടെയും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെയുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞ് ഇനി എങ്ങനെയാവുമെന്ന് ഇനി വേറെ ആർക്കും വരാതിരിക്കാം. നമ്മുടെ പക്ഷേ എന്തായാലും മരിച്ചു. റേച്ചൽ മാഡമാണ്. സൗമ്യക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയെന്ന് ഒരു ചെക്കപ്പ് നടത്തിയിട്ടില്ല. ഇപ്പം ഇത്ര ഇതായിട്ട് നമ്മൾ വാർഡിലാണേ പറയാം, നമ്മൾ വാർഡിലാണ്, നമ്മുടെ കുഴപ്പം കൊണ്ടാണ് കൊണ്ടുപോകുക. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ വാർഡിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞെങ്കിൽ ഇവർ മാറ്റിയില്ല. ഈ ലേബർ റൂമിൽ തന്നെയായിരുന്നു അവർ PV ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ സൗമ്യ അവിടെ പോയി കിടന്നോ, സെക്കൻഡ് സ്റ്റേജിൽ കിടന്നോ, കുഴപ്പമൊന്നുമില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇവള് പിന്നെയും വയറുവേദന, പിന്നെയും PV ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറിയത്തില്ലേ പ്രസവ സമയമായെന്ന്. മുഴുവനും ബ്ലഡ് മൊത്തം ആയി കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത്, വയറുവേദനയും കൂടിയപ്പോൾ പറയുന്നത് അയ്യോ ഇത് കൺട്രാക്ഷൻ അങ്ങനെ അങ്ങാണ്ട് വന്നു, വേഗം ഷിഫ്റ്റ് ചെയ്തോന്നും പറഞ്ഞ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, കുഞ്ഞ് പ്രസവിക്കുകയും കൂടിയായിരുന്നു. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം വീഴ്ചകൾ ഉണ്ടാകരുത് എന്ന് ആരോഗ്യമന്ത്രി ഏറ്റവും ഒടുവിലത്തെ സംഭവം വന്നപ്പോഴും നിർദ്ദേശമൊക്കെ നൽകിയതല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു? വേണുഗോപാലകൃഷ്ണൻ, കഴിഞ്ഞ ആഴ്ചയാണ് അമ്പലപ്പുഴ MLA H. സലാമിൻ്റെ നേതൃത്വത്തിൽ CPIM തന്നെ പരസ്യമായി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചതും വേണമെങ്കിൽ ഡോക്ടർമാരുടെ വീട്ടിൽ, സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുടെ വീട്ടിലേക്കടക്കം CPIMൻ്റെ മാർച്ച് സംഘടിപ്പിക്കും, വിജിലൻസിനെ മുഖേന വീട്ടിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കുമെന്ന് അടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയത്. വീണ്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വലിയ അനാസ്ഥ ഉണ്ടായി എന്നുള്ള ആരോപണം ഉയരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി ജനിക്കുന്ന സമയം അല്ലെങ്കിൽ ഈ ഡെലിവറി സമയത്തെപ്പറ്റി ഡോക്ടർമാർക്ക് ഒരു പിടുത്തം കിട്ടിയിരുന്നില്ല, വ്യക്തത വന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രസവ വാർഡിൽ കിടന്ന ഒരു സ്ത്രീ, ഒരു അമ്മ, അവരെ കൃത്യസമയം അവരെപ്പോൾ പ്രസവിക്കും അല്ലെങ്കിൽ ആ സമയം ഡെലിവറിയിൽ അവരെ മാറ്റാനായിട്ട് അവരെ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ജനറൽ വാർഡിൽ പ്രസവ വാർഡിൽ കിടന്ന സമയത്താണ് അവർക്ക് പ്രസവ വേദന വരുന്നു. ആ സമയത്ത് ഒരുപാട് ബ്ലീഡിങ് വന്ന ശേഷം മാത്രം ഏറ്റവും അവസാനമാണ് ഈ ലേബർ റൂമിലേക്ക് മാറ്റുന്നത്. ലേബർ റൂമിൽ എത്തിച്ച് ഉടൻ തന്നെ കുഞ്ഞ്, അതായത് ഈ പ്രസവം ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് സൗമ്യ, അതായത് മനുവിൻ്റെ ഭാര്യ സൗമ്യയെ 28-ാം തീയതി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് അന്ന് തന്നെ വയറുവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞത് ജൂൺ മാസം രണ്ടാഴ്ച കഴിഞ്ഞ് ആണ്, രണ്ടാമത്തെ ആഴ്ചയാണ് ഡെലിവറി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വയറുവേദന ഉണ്ടായതൊക്കെ തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചാർജ് ഷീറ്റിൽ ഉള്ള ഡോക്ടർമാർ നേരിട്ട് പരിശോധിക്കാൻ എത്തിയില്ല. PG ഡോക്ടർമാർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമാണ് ശുശ്രൂഷ നടത്തിയത്, പരിചരണം നൽകിയിട്ടുള്ളതെന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. അങ്ങനെ പിന്നീട് 28-ാം തീയതി അഡ്മിറ്റ് ആക്കുന്നു. 29-ാം തീയതി പുലർച്ചെ പ്രസവം നടക്കുന്നു. പിന്നെ പ്രസവത്തിന് ശേഷം ഈ രീതിയിലുള്ള അമിതമായ ബ്ലീഡിങ്ങിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നു. അങ്ങനെ കുഞ്ഞ് വെന്റിലേറ്ററിലാകുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടാകുന്നു. കുട്ടിക്ക് ഡയാലിസിസ് നടത്തുന്നു. അങ്ങനെ ഇന്നലെ രാത്രി 12 മണിക്കാണ് കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരമാണ് ബന്ധുക്കളെ അറിയിക്കുന്നത്. അന്ന് പ്രസവിച്ച ശേഷം അമ്മയ്ക്ക് പോലും കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള അവസരമില്ലായിരുന്നു. കുഞ്ഞിന് മുലയൂട്ടാനുള്ള പോലും ഡോക്ടർമാർ അനുവദിച്ചിരുന്നില്ല. അത്തരത്തിൽ കുട്ടിക്ക് ആരോഗ്യനില വഷളാണെന്നുള്ള കാര്യം മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണെങ്കിലും ഗുരുതരമായ അനാസ്ഥയുണ്ടായി. ഈ കൃത്യസമയത്ത് ലേബർ റൂം എത്തിക്കാൻ സാധിച്ചില്ല എന്നടക്കമുള്ള വലിയ പരാതിയുണ്ട്. ഗൈനക്ക് വിഭാഗത്തിൽ കുത്തഴിഞ്ഞ സംവിധാനം, അവിടെ HOD ആയിട്ടുള്ള ഡോക്ടർ അവിടെ സ്ഥിരമില്ല, അവർ 2 മാസത്തിലധികമായി അവധിയാണെന്നുള്ള വലിയ ആക്ഷേപം വരുന്നുണ്ട്. ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചാർജ് ഷീറ്റിൽ പേര് പറയുന്ന ഡോക്ടർ ഇവരെ നേരിട്ട് കണ്ട് പരിചരിച്ചിട്ടില്ല. അങ്ങനെ ഗുരുതരമായ വലിയ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ അവർ ഈ മരണവിവരം അറിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിക്കാൻ എത്തിയത്. പിന്നീട് അമ്പലപ്പുഴ പോലീസ് ഇടപെട്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജ്
കോളേജ് സൂപ്രണ്ട് അവിടെ നേരിട്ടെത്തി, അബ്ദുൾ സലാം നേരിട്ടെത്തി ഈ രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് വേണ്ട നടപടികൾ ആവശ്യമെങ്കിൽ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഈ അച്ഛൻ ഭർത്താവായിട്ടുള്ള ഈ ഭർത്താവ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പോലീസ് അസ്വാഭാവിക നടപടിക്ക് കേസെടുത്തിട്ടുണ്ടെന്നാണെങ്കിലും ഇനി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് കൂടിയാണ് വിശദീകരണം വരേണ്ടത്. എന്ത് തരത്തിലുള്ള അനാസ്ഥയാണ് ഉണ്ടായതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു തരേണ്ടത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ 3 യുവതികളാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് 70 വയസ്സുള്ള ഉബൈദ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് കാണിച്ചായിരുന്നു അർദ്ധരാത്രിയിൽ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിന് മുമ്പിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വേണുബാലകൃഷ്ണൻ. ശരി, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശുവിന്റെ ജീവനെടുത്ത അനാസ്ഥ. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.